കമ്മ്യൂണിസ്റ്റുകളല്ല എന്നുള്ളത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് ഈ ആശയങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നത്? ഇല്ലാത്തവന്റെ, സാധാരണക്കാരന്റെ, അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ്. അവരാണ് ഇന്ന് ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവണം. മാർക്സിസം പഠിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയം ഇതൊക്കെ പഠിക്കുന്നത് ക്ലാസ്സുകളിലൂടെ തന്നെ ആവണമെന്ന് നിർബന്ധം. എന്താണ് യഥാർത്ഥത്തിൽ ലെനിനിസം ആണെങ്കിലും മാർക്സിസം ആണെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ലെനിനിസം ആണെങ്കിലും മാർക്സിസം ആണെങ്കിലും നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? മാർക്സിസത്തിന്റെ ഒരു വികസിത രൂപം എന്നുള്ള നിലയ്ക്കാണ് ലെനിനിസം എന്നുള്ള ഒരു ഇതുണ്ടായത്. മാർക്സിസം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള എല്ലാ ചരിത്രഘട്ടത്തെ സംബന്ധിച്ചും മനുഷ്യന് വ്യക്തത ഉണ്ടാക്കി കൊടുത്ത ഒരു ദർശനം എന്നുള്ള നിലയ്ക്കാണ് അതിന് ഏറെ പ്രാധാന്യമുള്ളത്. അപ്പം തന്നെ ചരിത്രത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയെ തീരുമാനിക്കാനും മനുഷ്യ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് ഏറ്റവും ഉപയുക്തമായ ഒരു രീതി ശാസ്ത്രമായിട്ട് മാർക്സിസത്തെ മനസ്സിലാക്കണം. മാർക്സിസം എന്ന് പറയുന്നത് കേവലം കാൾ മാർക്സിൽ ഒതുങ്ങുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാടുകൾ അതൊരു പുസ്തക രൂപത്തിൽ അടിച്ചു വച്ചിരിക്കുന്നതാണെന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും സാമൂഹ്യ രംഗത്ത് പലരും ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല. മാർക്സ് സാമൂഹ്യ വിഷയങ്ങളെ പഠിക്കാൻ അദ്ദേഹം സ്വീകരിച്ച ഒരു രീതി ഉണ്ട്. മാർക്സിസത്തെ പൊതുവിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ പറയും മാർക്സിസം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ്. കാരണം സയൻസിൽ ഏത് ഡെവലപ്മെന്റ് ഉണ്ടായാലും അത് മാർക്സിസത്തിന്റെ വൈജ്ഞാനിക ഭണ്ഡാകാരത്തിലേക്കുള്ള ഒരു വലിയ സംഭാവനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകം നമ്മളെ സംബന്ധിച്ച്, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞ ഒരു പ്രഹേളിക പോലെ ഉത്തരവില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു സംഗതിയായിട്ട് നിലനിൽക്കുന്ന കാലത്ത് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദർശനങ്ങൾ പലപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് മാർക്സിസത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് മുന്നോട്ടുള്ള കാലത്ത് മണ്ടത്തരമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം പൊള്ളത്തരങ്ങളാണ്, ഇതിനകത്തൊന്നുമില്ല, മുന്നോട്ട് പോകാൻ ജനങ്ങളെ എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദർശനങ്ങൾ ഉള്ളത് എന്ന് പറയുന്ന ആളുകൾ, അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ലോകം ഇന്ന് മനസ്സിലാക്കേണ്ടുന്നത് അത് വളരെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടം. ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തെ പരിശോധിക്കുമ്പോൾ മാർക്സിസത്തിന്റെ പ്രാധാന്യം നമുക്ക് കുറച്ചും കൂടെ ബോധ്യപ്പെടും. മാർക്സിസം ഏതെങ്കിലും വിഭാഗത്തിൽ വരുന്ന കുറച്ച് ആളുകളുടെ സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ദർശനമല്ല. പ്രതിസന്ധിഗ്രസ്തമായൊരു സമൂഹത്തെ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കാൻ, മാനവ സമൂഹത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അത് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഇന്നത്തെ സാമ്പത്തിക രംഗത്ത് മറ്റൊരു സംവിധാനത്തിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ലോകം നമ്മൾ പരിശോധിച്ചാലും ഇല്ലേലും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്, ഉള്ളവനും ഇല്ലാത്തവനും. അതിൽ ഉള്ളവന്റെ പ്രത്യയശാസ്ത്രം അത് പേർന്ന ആളുകളാണ് ഇന്ന് ഭരിക്കുന്നതെന്നുള്ളത്. ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ് ലോകത്ത് ഇന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അവിടെ ഇല്ലാത്തവന്റെ, സാധാരണക്കാരന്റെ, അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമല്ല. അവർ നിയന്ത്രിക്കുന്ന മീഡിയ, അവരുപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങൾ, അവർ മാർക്സിസത്തിനെതിരെ എന്തൊക്കെ പുലഭ്യം പറഞ്ഞാലും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ ആളുകൾക്ക് കഴിയുന്നില്ല. തുടർച്ചയായ യുദ്ധങ്ങളുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് സമൂഹം പോകുന്നു. എന്തുകൊണ്ടാണ്? ഉൽപാദന രംഗത്ത് വലിയ പ്രശ്നം മുതലാളിത്തം നേരിടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ മുതലാളിത്ത സാമൂഹിക ക്രമത്തെ സംബന്ധിച്ച് അതിന്റെ ഉൽപാദനത്തെ കെട്ടഴിച്ചു വിടാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണെന്ന് മാർക്സ് പറഞ്ഞത് 1.5 നൂറ്റാണ്ട് മുമ്പാണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമ്മുടെ മുമ്പിൽ വരുന്നത്. അന്ന് വരെയുള്ള മുതലാളിത്ത സാമൂഹ്യ ക്രമം നമ്മൾ പരിശോധിച്ചാൽ അറിയാം താരതമ്യേന പുരോഗമന സ്വഭാവമുള്ള ഒരു സംഗതിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുതലാളിത്തത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ മുതലാളിത്ത സാമൂഹ്യ ക്രമത്തിന്, സാമൂഹ്യ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിൽ മാറ്റം വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടത്. മാർക്സും എംഗൽസും ചേർന്ന് മാർക്സിസം എന്ന് പറഞ്ഞ പുതിയ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ അവര് കണ്ടത് ഈ മോചനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സമൂഹത്തിലെ ഈ എല്ലാ വിഭാഗം ജനങ്ങളും
ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രയത്നത്തിൽ അതിനെ ഏറ്റവും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് മാർക്സിസം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയെന്ന് തന്നെയാണ് ലോക സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഒരു വശത്ത് യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും സംഗതികളും ഒക്കെ മനുഷ്യ സമൂഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ പട്ടിണിയിലാണ്. ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കായിരുന്നു മുമ്പ് സൊമാലിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ കഥകൾ എത്രയോ കാണുന്നു. പഴയ പോലെ അല്ല. ഇപ്പം ചാനലുകളിലാണെങ്കിലും സഞ്ചാര സാഹിത്യരംഗത്താണെങ്കിലും വലിയ തോതിൽ നമുക്കറിയാം ഓൺലൈൻ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? വികസനത്തിന്റെ വലിയ വായ്ത്താരി പാടുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ദരിദ്രരുടെ വലിയ കഥകളുണ്ട്. 2007 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു സബ് പ്രൈം പ്രതിസന്ധി എന്ന് പറയുന്ന വലിയ പ്രശ്നം രൂപപ്പെട്ടത്. അന്ന് നമ്മൾ കണ്ടതാണ് കാറുകളിൽ ഉൾപ്പെടെ കഴിയുന്ന, വീടുകളില്ലാത്ത, ആ വീടുകളിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട, കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷോപലക്ഷം മനുഷ്യരുള്ളൊരു നാടായിട്ടാണ് വികസിത അമേരിക്കയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ എത്തിയത്. ആ സമയത്താണ് മാർക്സിസം എന്താണ് ഈ വിഷയത്തിൽ പ്രതിവിധിയായിട്ട് പറയുന്നതെന്ന് പരിശോധിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സാമൂഹ്യ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് സത്യത്തിൽ ഇന്നുള്ളത്. ഉൽപാദനം കെട്ടഴിച്ചുവിടാൻ മുതലാളിത്ത ഉൽപാദന സംവിധാനത്തിന് കഴിയുന്നില്ല. ലാഭമില്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ മുതലാളിമാർ തയ്യാറല്ല എന്നുള്ളതാണ് വിഷയം. അവിടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യകതകളെ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഉൽപാദനം നടത്തുകയാണെങ്കിൽ മാത്രമേ ഈ ഉൽപാദന സംവിധാനം പ്രവർത്തിക്കൂ. മറിച്ച് സ്വകാര്യ ലാഭമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഉൽപാദന സംവിധാനത്തിന് പ്രവർത്തിക്കാനാവില്ല. അപ്പം ഈ മുതലാളിത്ത ഉൽപാദന സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറികളിലും കമ്പനികളിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ, അത് മാനസികമോ ശാരീരികമായ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ, അവരുടെ തൊഴിൽ പോകുക എന്നുള്ളതാണ്. തൊഴിലാളിക്ക് തൊഴിൽ പോയാൽ വാങ്ങൽ ശേഷി സമൂഹത്തിൽ കുറയും എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം വാങ്ങേണ്ടുന്നത് ആരാണ്? കയ്യിൽ കാശുള്ള തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരാണ്. അവർക്ക് മേടിക്കണമെങ്കിൽ അവർക്ക് തൊഴിലിന്റെ രൂപത്തിൽ കൂലി എന്നുള്ള നിലയ്ക്ക് പണം കിട്ടണം. അപ്പം ബഹുഭൂരിപക്ഷത്തിനും വാങ്ങൽ ശേഷി ഇല്ലാതാക്കുന്ന ഒരു സംഗതിയായിട്ട് ഉൽപാദന സംവിധാനത്തെ മാറ്റുന്നു എന്നുള്ളത് മുതലാളിത്തത്തിന് മുമ്പിലുള്ള അന്നത്തെയും ഇന്നത്തെയും പ്രശ്നം തന്നെയാണ്. പക്ഷെ കൂടുതൽ രൂക്ഷമാണ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് ഈ ആശയങ്ങൾ എടുക്കാൻ തയ്യാറാകാത്തത്? ഒരു കമ്മ്യൂണിസ്റ്റുകളല്ല എന്നുള്ളതുകൊണ്ട്. അല്ല, അവരാണ് ഇന്ന് ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല. കമ്മ്യൂണിസത്തെ മനസ്സിലാക്കേണ്ടുന്നത് എങ്ങനെയാണ്? സഹാവ് ശിവദാസ് ഘോഷ്, SUCIയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആ പ്രത്യയശാസ്ത്രം അയാളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ചെലുത്തുന്നുണ്ടെന്ന് പരിശോധിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ദർശനവും, മഹത്തായ പ്രത്യയശാസ്ത്രവും മഹത്തായ ദർശനവും, അത് അതിൻ്റെ നൈതിക, ധാർമ്മിക, സൗന്ദര്യ അവബോധ, സാംസ്കാരിക മൂല്യങ്ങൾ ഒരാളിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുക. കമ്മ്യൂണിസം ഒരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അയാളത് പ്രതിഫലിപ്പിക്കണമെന്നില്ല. മറിച്ച് അയാളുടെ ജീവിതത്തിലൂടെ ആ സമരം ഏറ്റെടുത്തുകൊണ്ട് അയാളുടെ ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളിലും ആ മാറ്റം വരുത്തുമ്പോഴേ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവും. അങ്ങനെയുള്ള ആളുകളുള്ള പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രക്രിയ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കാണാനാവും. പക്ഷെ ഞാനത് മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞ ഭാഷ, അല്ലെങ്കിൽ ഈ കടുകട്ടിയ വാക്കുകൾ, ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നതുകൊണ്ടുള്ള വിമർശനങ്ങൾ മറ്റൊരു ഭാഗത്തില്ലേ? ഒരാൾക്ക് ഇത് ഏറ്റവും ലളിതമായി അവതരിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നത് ഈ ഒറ്റ കാര്യത്തിലാണ്. എല്ലാവരും ഒരേപോലെ വളരെ ലളിതമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളല്ല, പക്ഷെ സംസാരിക്കാൻ കഴിയും. ചില ലാംഗ്വേജ് വേഗം ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ വേടൻ ഐലനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കലാരൂപത്തിലൂടെ അത് അവതരിപ്പിച്ചപ്പോൾ ഒരു വലിയ വിഭാഗം യുവാക്കളുടെ ഇടയിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അവതരണത്തിന്റെ രീതി വെച്ചിട്ട് ഒരെണ്ണം ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കാനാവില്ല. അത് അവതരിപ്പിക്കുന്ന ആളുകളുടെ പരിമിതിയെ ആശ്രയിച്ചിരിക്കും.
കടുകട്ടി അതുകൊണ്ടല്ല ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സംസാര ഭാഷ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവരൊരു കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം പലപ്പോഴും അവർ പറയുന്ന ഭാഷ ഇത്തരത്തിലുള്ള ഭാഷകളായിരിക്കും. ചിലപ്പോൾ അച്ചടി ഭാഷ കലർത്തി കൃത്യമായിട്ട് കടുകട്ടി വാക്കുകൾ. ഇപ്പോൾ നമ്മൾ എം സ്വരാജിന്റെ സംസാര ഭാഷ എടുത്തു കഴിഞ്ഞാൽ, പി രാജീവ് അദ്ദേഹത്തിന്റെ സംസാര ശൈലി എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ സംസാര ശൈലികൾ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലാണ് പറയുന്നത്. ഇപ്പം പി രാജീവിനെ തന്നെ ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കളിയാക്കിയതും അദ്ദേഹം ഈ ഒരു രീതിയിൽ മുതലാളിത്തത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുകൂടെ, അതായത് സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് സംസാര ശൈലി മാറ്റേണ്ടതുണ്ടോ? ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലാവുന്നത് സിദ്ധാന്തം പറയുമ്പോഴാവണമെന്നില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്നത് സമരങ്ങളിലൂടെയാണ്. സമരങ്ങൾ എങ്ങനെയാണ്? അടിസ്ഥാനപരമായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം. സുഹൃത്ത് നേരത്തെ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ സമരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ആ സമരത്തിലുള്ളതെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അത് ഗൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ഈ സാമൂഹ്യ പ്രശ്നം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് വിശദീകരിക്കാനാവും. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രക്ഷോഭം, ഇപ്പം കേരളയിൽ സമരം തന്നെ എടുക്കുക, അതിൻ്റെ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച്, ഗൗരവമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആ സമരത്തിലൂടെ പഠിപ്പിക്കാനാവും. മാർക്സിസം പഠിക്കുന്നത് അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയം, ഇതൊക്കെ പഠിക്കുന്നത് ക്ലാസ്സുകളിലൂടെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ ക്ലാസ്സുകളിലൂടെ പഠിച്ച മാത്സ്, കണക്ക്, ഗണിതം, അത് പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് വേറെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് പരിശോധിച്ചാൽ അറിയാം. അത് നമ്മുടെ ജീവിതത്തിന്റെ സകല രംഗത്തും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലാസ്സിൽ പഠിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അല്ലല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അത് വ്യത്യസ്ത രീതിയിൽ അത് അവതരിപ്പിക്കും. മാർക്സിസം അങ്ങനെ തന്നെയാണ്. മാർക്സിസം പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ക്ലാസ്സിൽ ഈ കടുകട്ടി വാക്കുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അത് ബൂർഷ എന്ന് പറയും, അല്ലെങ്കിൽ മൂലധനത്തെ സംബന്ധിച്ച് അത് സംസാരിക്കും, നയങ്ങളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളിൽ വർഗപരമായ അതിൻ്റെ വിന്യാസത്തെക്കുറിച്ച് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ട് ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു പരിമിതിയുണ്ട്. മറ്റൊരു സംഗതിയുണ്ട്, പറയുന്ന ആൾക്ക് കുറച്ചും കൂടെ ലളിതമായി പറയാൻ ഉള്ള ശേഷിക്കുറവുണ്ട്. പക്ഷെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ സന്ദേശ സിനിമയില്ലേ, അതില് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിമർശനാത്മകമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കടുകട്ടി വാക്കുകൾ ചോദിക്കുമ്പോൾ എന്താണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ശൈലിയുണ്ട്. അപ്പം പലപ്പോഴും ഈ പി രാജീവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഒരു മന്ത്രിയാണ്. അപ്പം അദ്ദേഹം ഇരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചിപ്പുറത്തുള്ള സാധാരണപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകാതെ വരുന്നൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കളിയാക്കലുകളൊക്കെ വരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവസരവാദവും വളച്ചൊടിക്കലും ഒരു വിഷയത്തെ സംബന്ധിച്ചുണ്ടായി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളൊരു കാര്യത്തെ ശരിയായ അർത്ഥത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ വേറെ കാട് കയറി വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒക്കെ സംസാരിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. മീഡിയയിൽ തന്നെ ഇപ്പൊ ന്യായീകരണ തൊഴിലാളികൾ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണ്? എതിരാളിയെ ആദ്യം കൈകാര്യം ചെയ്യും, അവരുടെ വീട്ടിലെ കാര്യങ്ങളും അതിന്റെ അപ്പുറത്ത് അവർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചും സംസാരിക്കും. ഇവര് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കുകയും തെറ്റ് സ്വീകരിച്ചും കുറ്റം സമ്മതിച്ചും ശരിക്ക് വേണ്ടിയിട്ട് വാദിച്ചും അല്ലല്ലോ മുന്നേറുന്നത്. അപ്പൊ ഇത്ര ഇരട്ടത്താപ്പിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്ദേശ സിനിമയിൽ അത് ഉപയോഗപ്പെടുത്തിയത്. പക്ഷെ അതിനെ മാർക്സിസത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ആ സിനിമയിൽ പറഞ്ഞ പല കാര്യങ്ങളും തൊഴിലാളികളെ സംബന്ധിച്ച് ഒരുപാട് പോരാട്ടങ്ങളുടെ ഒരു ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ടുള്ളൊരു സംഗതിയായി വരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. സമരങ്ങളില്ലായിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ നാടും പോകുമായിരുന്നു. കൂലിയുണ്ടോ? ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭീകരമായ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ. എന്തുകൊണ്ടുണ്ടായി? കൂലി ചോദിക്കാൻ പറ്റൂ? അവിടെ നിലനിൽക്കുന്ന സംവിധാനം വേറെ ആയി പോയിരിക്കുന്നു. ആ പോരാട്ടത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തത് കേവലം ഈ പറഞ്ഞ CPM അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ചരിത്രം. സമരങ്ങളാണ്. കൊടി പിടിച്ചിട്ടുണ്ട്. ആ കൊടി പിടിച്ച് തന്നെയാണ് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ചത്.
ഒരുപാട് ആളുകൾ ജീവിതം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവനും ജീവിതത്തിനും ഒന്നും ഒരു വിലയില്ലായിരുന്നു. അവര് ചെയ്തത് വിഡ്ഢിത്തരമാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സമരങ്ങളിലൂടെ തന്നെയാണ് എല്ലാം നേടിയെടുത്തത്. കയർ തൊഴിലാളികളുടെ സമരത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ VS അച്യുതാനന്ദൻ സഖാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തു. അവരൊക്കെ ചെയ്തത് ചെറിയ കാര്യമാണെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അതിൽ വളരെ ബഹുമാനത്തോടെ അവരെ ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകാനാവും. പക്ഷെ അവർ ചെയ്ത വീഴ്ചകളെയോ അത് ആ വീഴ്ചകളായിട്ടും തുറന്നു കാണിക്കും. ശരിയെ സ്വീകരിക്കാനും തെറ്റിനെ എതിർക്കാനും പറ്റണം. CPM അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ അന്ധമായി എതിർക്കുന്ന ആളുകളോട് നമുക്ക് യോജിപ്പുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരെന്തുകൊണ്ട് തെറ്റാണെന്ന് വിശദീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. എന്നാലേ അവരുടെ അണികൾക്ക് അത് ബോധ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമയോ അതിൻ്റെ ഉപയോഗിക്കുന്ന ലാംഗ്വേജോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഫലിതമോ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്തരീക്ഷത്തെ മാറ്റുന്നത് അത് നന്നാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.